നമസ്കാരം. മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് SNDP യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗാണ് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി. ഇവരുടെ കാലത്താണ് മാറാട് കലാപം നടന്നത്. മലപ്പുറം മാത്രം അധികാര കേന്ദ്രമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞു വെച്ചത്. അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ നിരന്തരം മുസ്ലിം ലീഗ് വർഗീയവാദിയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടി പറയുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ഈ രീതിയിലുള്ള ആരോപണങ്ങൾ മുസ്ലിം ലീഗിനെതിരെ ഉന്നയിച്ചത്. ഈ ഒരു കാലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് അതിൻ്റെ ഏറ്റവും പരമാവധി വർഗീയതയും അത് ഒരു ഭീകരവാദ സംഘടന എന്ന തരത്തിലേക്കൊക്കെ മാറാൻ വേണ്ടി തുടങ്ങിയാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതോടുകൂടി SDPIയുടെ പ്രവർത്തകന്മാരെ അതിൽ ഉൾക്കൊള്ളിക്കുന്നതോടുകൂടി അത് ഏറ്റവും മാരകമായിട്ടുള്ള ഭീകരവാദത്തിൻ്റെ സ്വത്വം, തീവ്രവാദത്തിൻ്റെ സ്വത്വം അതിൻ്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്ന തരത്തിൽ അതിൻ്റെ ഒരു സ്വഭാവം അതിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അതായത് ഭീകരവാദി സ്വഭാവം മുസ്ലിം ലീഗിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തെളിവുകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്തയിടെയാണ് ഇടവണ്ണയിലെ ഹിന്ദു ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അവിടെ ഹിന്ദു ഭക്തി ഗാനങ്ങൾ മുഴങ്ങുന്നത് നാട്ടുകാർക്ക് ശല്യമാണ് എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് UDFൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തത് ഹിന്ദു സംസ്കാരത്തിന് നേരെയുള്ള, ഹിന്ദു മതത്തിന് നേരെയുള്ള കനത്ത വെല്ലുവിളിയുടെയൊക്കെ ഭാഗമാണ്. തങ്ങൾ ഏതോ ഒരു അധികാര ശക്തിയുടെ ഭാഗമായി എന്ന് തോന്നിയപ്പോഴാണ് മുസ്ലിം ലീഗ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. അങ്ങനെ അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള വർഗീയ മുഖം ജിന്ന എങ്ങനെയാണോ മുസ്ലിം ലീഗിനെ ആവിഷ്കരിച്ചത്, ആ വർഗീയ മുഖമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിലൂടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പൂർണ്ണമായും വെളിവായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പത്തണയ്ക്കൊരു കുത്തി വാങ്ങി പാകിസ്ഥാൻ എന്ന കേരളത്തിൻ്റെ തെരുവീതികളിൽ മുഴങ്ങിയ മുദ്രാവാക്യം, രാമസിംഹന്റെ വധത്തിന് മുമ്പേ ഇവിടെ മുഴങ്ങിയ മുദ്രാവാക്യം ഇതിവിടെ വീണ്ടും അവിടെ പുനരാവിഷ്കരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു അർത്ഥത്തിൽ ലഗെ ലഗെ പാകിസ്ഥാൻ, ലഗെ രഹെ ഹിന്ദുസ്ഥാൻ, അതായത് പാകിസ്ഥാനെ എന്ത് വില കൊടുത്തും പാകിസ്ഥാൻ തിരിച്ചു പിടിക്കും, പാകിസ്ഥാന് വേണ്ടി ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും, പാകിസ്ഥാന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ ഡയറക്റ്റ് ആക്ഷൻ ഡേയിലെ ചില ചിത്രങ്ങൾ നമ്മെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ആ രീതിയിലുള്ള മുസ്ലിം ലീഗിനെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDPയുടെ ജനറൽ സെക്രട്ടറിയും. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി മുസ്ലിം ലീഗ് അപ്രത്യക്ഷമാകുന്ന ഉറപ്പാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ആൾക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ ഉള്ളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ. കോൺഗ്രസിനെ എതിർക്കാനും സാധ്യമല്ല. കാരണം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നൊരവസ്ഥയിൽ അത്തരത്തിൽ ഭീകരവാദ സംഘടനകളെ ഉൾപ്പെടെ പേറിക്കൊണ്ട് നടക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിന് വന്നിരിക്കുകയാണ്. VD സതീശനൊക്കെ പറയുന്നത് അവരേറ്റവും വലിയ മതേതര സംഘടനയാണ് എന്നതാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ മൗദൂദിയുടെ സംഘം ഏറ്റവും വലിയ മതേതരത്വ സംഘടനയാണ് എന്നാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മറുഭാഗത്ത് നോക്കിയാൽ SDPയുടെ ചുമലിലേറിക്കൊണ്ടാണ് CPM അധികാര കേന്ദ്രങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയത് എന്ന SDPയെ ഉൾപ്പെടെ പറയുന്ന സാഹചര്യത്തിൽ അവിടെ ഇടതുപക്ഷവും ഈ വർഗീയതയിൽ നിന്ന് മോചിതമല്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ SDPയെയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ച് ഒറ്റക്കുട കീഴിൽ കൊണ്ടുപോകുന്ന മുസ്ലിം ലീഗിനെ ഏറ്റവും വലിയ വർഗീയ സംഘടനയാണ് എന്ന്, ഏറ്റവും വലിയ ഭീകരവാദത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് മുസ്ലിം ലീഗ് മാറുന്നു എന്ന തെളിവാണ് ഇതിലൂടെ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ സംഘടനയാണ്, ഏറ്റവും വലിയ ഭീകര സംഘടനയായി മാറാൻ, പരിവർത്തനം ചെയ്യാൻ തുടങ്ങുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.